കാര്യം. ഇത് അപ്പുറത്തെ പിന്നെ ലതയുടെ പ്രൊഫൈലല്ലേ? ഇവള് ഇത്ര സുന്ദരിയായോ? ഞാൻ ഇത്ര സുന്ദരിയാണോ? ഓ അല്ല, കഴിഞ്ഞ ദിവസം ക്ലബിൽ പോയപ്പോ എല്ലാരും പറഞ്ഞു എനിക്കൊരു ക്യാമറ ലുക്കില്ലാന്ന്. ഞാൻ സുന്ദരിയാണോ? ഓ അല്ല, എനിക്കിത്ര സൗന്ദര്യമൊന്നുമില്ല. അമ്മേ അമ്മേ, ബസ് വന്നു. എനിക്ക് സ്കൂളിൽ പോകാൻ സമയമായി. ഇന്ന് SSLC എക്സാം ആണ്. ഏത് വിഷയമാണെന്ന് പോലും അമ്മ ചോദിച്ചില്ലല്ലോ. നീ ഒന്ന് പോവാമോ? ഞാൻ ഇവിടെ വലിയൊരു പ്രതിസന്ധിയില്ല. അതിനിടയില്ല അവളുടെ ഒരു എക്സാം. ഈ അമ്മയുടെ ഒരു കാര്യം. സിനി സിനി, നീ ഷർട്ട് വെച്ചോ? എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി. എന്റെ പൊന്ന മനുഷ്യ, ആ ഷർട്ടൊന്ന് തേച്ചിട്ടുണ്ട് പോ. ഞാൻ ഇവിടെ വലിയൊരു ജോലിയില്ല. സമയം പോയി ഇവളുടെ ഒരു കാര്യം. എടി സിനിയേ, നീ എവിടാടി? എന്റെ മരുന്ന് എവിടെയാ? മൂദേവി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? തോണ്ടുന്ന കുന്ത്രാണ്ടത്തി കുത്തിക്കൊണ്ടിരുന്നോ? എന്തൊക്കെയായി തീരുമോ എന്തോ. ശിവ ശിവ. തള്ളേ, അവിടെ എങ്ങാനും കിടന്നോണം മര്യാദയ്ക്ക്. എന്റെ സ്വഭാവം അറിയില്ല. അറിയാമേ, ഞാനൊന്നും പറയുന്നില്ലേ. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. നാരായണ നാരായണ. ഹലോ ഇടില്ലേ, നീ എങ്ങനെയാടി ഇത്ര സുന്ദരിയായത്? നീ ഏതെങ്കിലും ബ്യൂട്ടി പാർലറിൽ പോയോ? എന്റെ പൊന്ന് സിനി, ഞാൻ ഒരു ബ്യൂട്ടി പാർലറും പോയില്ല. ഞാൻ ആ AI ക്യാമറയോടെ എന്നെ ഒന്ന് സുന്ദരിയാക്കി തരാമെന്ന് ചോദിച്ചു. അത് ചോദിക്കാൻ ഡീറ്റെയിൽസ് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അങ്ങനെയാ ഞാൻ ഇത്ര സുന്ദരിയായ പ്രൊഫൈൽ പിക്ചർ കിട്ടിയത്. നീയും വേണമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്ക്. ആണല്ലേ? എന്നാ ശരി. ഫോൺ നമ്പർ കൊടുത്തു, ആധാർ കൊടുത്തു, ബാങ്ക് ഡീറ്റെയിൽസ്. ഇതൊക്കെ എന്തിനാ? എന്തെങ്കിലുമൊക്കെ ആവട്ടെ. സുന്ദരിയായ പ്രൊഫൈൽ പിക്ചർ കിട്ടുമല്ലോ. അയ്യോ, ഞാനും സുന്ദരിയായി. ഇനി എന്റെ ഫോട്ടോ കണ്ട ആരും കൊതിച്ചു പോകും. ഇതിനിടയ്ക്ക് തള്ള വിളിക്കുന്നുണ്ടല്ലോ. തള്ള ചത്തോ എന്തോ. ആരോ വിളിക്കുന്നുണ്ടല്ലോ. ഹലോ സിനിയല്ലേ? നിങ്ങളുടെ മോശമായ ഫോട്ടോകൾ ഞങ്ങളുടെ കൈവശമുണ്ട്. ഞങ്ങൾ ആവശ്യപ്പെടുന്ന പണം ഞങ്ങളുടെ അക്കൗണ്ടിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബം പോലും ഇല്ലാതാവും. മോർഫിംഗ് പോലെയുള്ള പരിപാടികൾ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇന്ന് 12 മണിക്കുള്ളിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്ന പണം ഞങ്ങളുടെ അക്കൗണ്ടിൽ എത്തണം. ഇല്ലെങ്കിൽ ഹലോ മോളെ, അമ്മോ, നിന്റെ മുഖം എന്താ വാടിയിരിക്കണേ? എക്സാം ബുദ്ധിമുട്ടായിരുന്നോ? അതിനാര് എക്സാം എഴുതി? ഞാൻ പോകുന്ന വഴിയിലെല്ലാം ചേട്ടന്മാർ ഊറിച്ചിരിക്കുന്ന കണ്ട് എന്റെ കൂട്ടുകാരിയാ പറഞ്ഞത്. അമ്മയുടെ മോശമായ ചിത്രങ്ങൾ കണ്ട അവര് ചിരിക്കുന്നതെന്ന്. ഞാൻ ഇനി സ്കൂളിൽ പോവില്ല. ഞാൻ ഇനി പരീക്ഷ എഴുതില്ല. മോളെ, അമ്മ അറിയാതെ ഇറങ്ങി വാടി. ഓരമ്പട്ടവളെ, എന്റെ അക്കൗണ്ടിൽ 1 രൂപ പോലും ഇല്ല. ആർക്കാടി കൊണ്ട കൊടുത്തത്? അങ്ങോട്ട് ഇറങ്ങി വാടി. എന്താ ഇവിടെ ഒരു ബഹളം? ഫോട്ടോ എന്നോ കാശെന്നോ എന്തൊക്കെയോ. രാവിലെ ഞാൻ ആ മൂദേവിയോട് പറഞ്ഞതാ ഈ പോക്ക് ശരിയല്ല എന്ന്. അപ്പോഴേ ഞാൻ തീരുമാനിച്ച് ഈ പോക്ക് ശരിയല്ല എന്ന്. എന്റെ ദൈവമേ, എനിക്കിതൊന്നും കാണാൻ വയ്യേ. എന്നെ എത്രയും പെട്ടെന്ന് മുകളിലേക്കൊന്ന് എടുക്കണേ. നാരായണ നാരായണ. ഈശ്വര, എന്റെ കുടുംബത്തെ വിഴുങ്ങിയല്ലോ. ഞാൻ ഇനി എന്ത് ചെയ്യും? ചേട്ടൻ, അമ്മ, എന്റെ മോള്, ഇവരെല്ലാം നാണിക്കെടുത്തിക്കൊണ്ട് ഞാൻ ഇനി ജീവിക്കില്ല. എനിക്ക് മരിക്കണം.
നാം തന്നെ സൃഷ്ടിച്ച് നമുക്ക് തന്നെ വിനയായി തീരുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള സംവിധാനങ്ങൾ ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ ഇനിയും ഇവിടെ സിനിമാറുണ്ടാവും, കുടുംബം നശിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.